ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് IDT ചാപ്റ്റർ 2 ആയ സപ്ലൈ അണ്ടർ GST ആണ്. ഇത് GSTയിൽ ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സപ്ലൈ. അതുകൊണ്ട് തന്നെ നമ്മളിത് നല്ല തറവായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിനകത്ത് 2 സെക്ഷൻസാണുള്ളത്, സെക്ഷൻ 7 സെക്ഷൻ 8. സെക്ഷൻ 7 പറയുന്നതെന്ന് പറഞ്ഞാൽ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സപ്ലൈ ആണ്. സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ ടാക്സിബിലിറ്റി ഓഫ് കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ ആണ്. ഓക്കെ, സെക്ഷൻ 7-നകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സെക്ഷൻ 7-നകത്ത് 4 സബ്സെക്ഷനുണ്ട്. സബ്സെക്ഷൻ 1, 1A, 2, 3. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. സബ്സെക്ഷൻ 1-നകത്ത് പറയുന്നതെന്ന് വെച്ചാൽ സപ്ലൈ എന്താണ്. ആക്ച്വലി ഇവർ സപ്ലൈ എന്താണ് എന്ന് പറയുന്നതിനേക്കാളും അവർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഡെഫിനിഷനാണ്. ഇന്ന കാര്യങ്ങൾ സപ്ലൈ ആണ്, സപ്ലൈക്കകത്ത് ഇന്ന കാര്യങ്ങളും ഉൾപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ക്ലോസ് എയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. അതായത് എല്ലാ ഫോമിലുള്ള സപ്ലൈ ഓഫ് ഗുഡ്സും സപ്ലൈ ഓഫ് സർവീസും അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നുള്ളതും സപ്ലൈ ആയിട്ട് വരും. അതിനൊരു 4 കണ്ടീഷൻസ് പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആയിരിക്കണം, 2 പറഞ്ഞാൽ അതൊരു കൺസിഡറേഷന് വേണ്ടി ആയിരിക്കണം, 3 പറഞ്ഞാൽ അതൊരു ടാക്സിബിൾ പേഴ്സൺ ആയിരിക്കണം ചെയ്യുന്നത്, 4 പറഞ്ഞാൽ ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആയിരിക്കണം. ഈ 4 കണ്ടീഷനാണ് മെയിനായിട്ട് സപ്ലൈക്കകത്ത് വരുന്നത്. ഓക്കെ, ഇനി ക്ലോസ് ബിയിൽ വരുന്ന എന്തെന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയൊരു വേരിയേഷൻ, അതായത് ക്ലോസ് എയിൽ ചെറിയൊരു വേരിയേഷനാണ് ക്ലോസ് ബിനകത്ത് പറയുന്നത്. അതായത് ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ്, അതായത് സർവീസ് നമ്മുടെ ടാക്സിബിൾ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആണെന്ന് അറിയാമല്ലോ. ഓക്കെ, അത് ഇന്ത്യക്ക് വെളിയിൽ നിന്നായിട്ട് നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചോ, അത് ഒരു കൺസിഡറേഷന് വേണ്ടി നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, പക്ഷേ അതൊരു ബിസിനസ് ആവശ്യത്തിനല്ലെങ്കിൽ പോലും അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമ്മൾ ക്ലോസ് എയിൽ എന്താ പറഞ്ഞത്? കൺസിഡറേഷൻ വേണം, അതൊരു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആയിരിക്കണം, അതൊരു ടാക്സിബിൾ പേഴ്സൺ ആയിരിക്കണം ചെയ്യുന്നത്, പിന്നെ ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ആ 4ാമത്തെ പോയിൻ്റിനകത്ത് ഒരു ചെറിയ വേരിയേഷൻ, അതായത് ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ പോലും നമ്മൾ സർവീസസ് കൺസിഡറേഷന് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അത് സപ്ലൈ ആയിട്ട് ഡീം ചെയ്യും. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ ക്ലോസ് സി ആണ്. ക്ലോസ് സിയിലെന്ന് പറഞ്ഞാൽ അത് ഒരു ഷെഡ്യൂൾ 1 എന്നാണ് അതിന് പറയുന്നത്. അതിനകത്തൊരു 4 ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ഷെഡ്യൂൾ 1-ലുള്ള 4 ആക്ടിവിറ്റീസ് കൺസിഡറേഷൻ ഇല്ലാതെ ചെയ്താൽ പോലും അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മൾ ക്ലോസ് എയിൽ പറഞ്ഞതിന് ഒരു ചെറിയ വേരിയേഷൻ, അവിടെ കൺസിഡറേഷൻ വേണമെന്ന് നിർബന്ധമായിരുന്നു. ഈ ക്ലോസ് എയിൽ വരുമ്പം ഈവൻ ഇഫ് ഈ 4 ആക്ടിവിറ്റീസിന് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതെന്തൊക്കെയാണെന്ന് നമ്മൾ അവസാനം ഈ 7 സബ്സെക്ഷൻ എല്ലാം നോക്കിയിട്ട് അവസാനം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി 7(1)A, അതായത് സബ്സെക്ഷൻ 1A എന്താണ് പറയുന്നത്? അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ 7(1) പ്രകാരം സപ്ലൈ ആയി കഴിഞ്ഞ ഒരു സാധനം ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ഷെഡ്യൂൾ 2-ൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്, ഇന്ന കാര്യങ്ങൾ സപ്ലൈ ഓഫ് സർവീസാണ്. അതായത് ചില കാര്യങ്ങൾ അവർ ലിസ്റ്റ് ചെയ്തിട്ട് അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞേക്കാണ്, ചില കാര്യം സപ്ലൈ ഓഫ് സർവീസായിട്ട് കാണണം. ഓക്കെ, നമ്മളത് അങ്ങനെ തന്നെ കാണുന്നു. ഇനി അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമില്ല, അവർ തന്നേക്കുന്ന ലിസ്റ്റ് അതേപോലെ നമ്മൾ പഠിച്ചാൽ മാത്രം മതി. ഇനി സബ്സെക്ഷൻ 2-ൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് ലിസ്റ്റാണ്. നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ക്ലോസ് ഉണ്ട്. ക്ലോസ് എ പറയുന്നത് ഷെഡ്യൂൾ 3, ക്ലോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റീസ്. ഇവർ പബ്ലിക് അതോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന കാര്യങ്ങൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടും സപ്ലൈ ഓഫ് സർവീസായിട്ടും കാണേണ്ട കാര്യമില്ല. ഓക്കെ, അന്നേരം 7 സബ്സെക്ഷൻ 2 പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആക്ടിവിറ്റീസിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടും സപ്ലൈ ഓഫ് സർവീസായിട്ടും കാണേണ്ട കാര്യമില്ല. അതിനകത്ത് 7 സബ്സെക്ഷൻ 2 ക്ലോസ് എയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 3, അതിനകത്ത് കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും നമ്മൾ അവസാനം നോക്കും. ഇനി 7 സബ്സെക്ഷൻ 3-ൽ പറയുന്ന കാര്യം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനല്ല, കാരണം ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നുമില്ല. അന്നേരം നമുക്കിനി പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഓരോ ഷെഡ്യൂൾ, അതായത് ഷെഡ്യൂൾ 1 നമ്മൾ നോക്കി, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. ഷെഡ്യൂൾ 1-ൽ 4 ആക്ടിവിറ്റീസാണ് ഉള്ളത്. അത് ഓരോന്നായിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് നോക്കാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓഫ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്സ് വെയർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവൈൽഡ് ഓൺ സച്ച് അസറ്റ്സ്. അത് ഒന്ന്. 2 പറഞ്ഞാൽ
റിലേറ്റഡ് പേഴ്സണും ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണും തമ്മിലുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വെൻ മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. 3 എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ഗുഡ്സ്, അവിടെ സർവീസ് ചെയ്യില്ല, ഗുഡ്സ് മാത്രമേ ഉള്ളൂ. ബൈ എ പ്രിൻസിപ്പിൾ ടു ഹിസ് ഏജൻറ്റ് വേർ ദ ഏജൻറ്റ് അണ്ടർടേക്സ് ടു സപ്ലൈ സച്ച് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പിൾ. അതായത് പ്രിൻസിപ്പിൾ ഏജൻറ്റിന് ഗുഡ്സ് സപ്ലൈ ചെയ്യുക. എന്തു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിളിന് പകരമായിട്ട് ഏജൻറ്റ് ആ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ തിരിച്ച് റിസീവ് ചെയ്യുന്നതും, അതായത് പ്രിൻസിപ്പിളിന് വേണ്ടി ഏജൻറ്റ് റിസീവ് ചെയ്താലും കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. 4 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സർവീസ് ബൈ എ പേഴ്സൺ ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഓർ ഫ്രം എനി ഓഫീസ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി റിലേറ്റഡ് പേഴ്സണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ള പുള്ളിയുടെ അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്നും സർവീസ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി നമ്മൾ ഷെഡ്യൂൾ 1 ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്. അതായത് നമുക്കൊരു ബിസിനസ് ഉണ്ട്, നമ്മൾ ബിസിനസ് അസറ്റ്സ് വാങ്ങിച്ചു. ഈ വാങ്ങിച്ച സമയത്ത് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തു. ആ അവെയിൽ ചെയ്ത ബിസിനസ് അസറ്റ്സ് കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അത് പെർമനൻ്റ്ലി ട്രാൻസ്ഫറോ ഡിസ്പോസോ ചെയ്യുന്ന സമയത്ത്. അതായത് ഇപ്പം എൻ്റെ ബിസിനസ്സിൽ ഒരു ലാപ്ടോപ്പ് ഞാനാണെങ്കിൽ 50,000 രൂപ കൊടുത്ത് വാങ്ങിച്ചു. അതിന് GST ഞാൻ പേ ചെയ്തു. ആ GST ഞാൻ അവെയിൽ ചെയ്തു, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തു. ഇത് കുറച്ച് നാൾ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഒരാൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുകയാണ്. അതായത് ഞാൻ ഒരാൾക്ക് വെറുതെ കൊടുത്തു, അയാളുടെ നിന്ന് പൈസ ഒന്നും വാങ്ങിച്ചില്ല. പക്ഷേ ഈവൻ ഇഫ് ഞാൻ പൈസ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. അതായത് കൺസിഡറേഷൻ ഇല്ല എന്നുള്ള ഒരു കാര്യത്തെ ഓവർറൈഡ് ചെയ്ത് അത് നമ്മൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സപ്ലൈ ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ ഓർ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ. അതായത് ഒരു റിലേറ്റഡ് പേഴ്സണോ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണോ ആയിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള സപ്ലൈ, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആവാം, സപ്ലൈ ഓഫ് സർവീസ് ആവാം. അതിനകത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഈ റിലേറ്റഡ് പേഴ്സൺസ് എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ എന്താണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അത് കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് ബിസിനസ്സിൻ്റെ ടൈമിൽ മാത്രം ഗുഡ്സ് ഓർ സർവീസ് റിലേറ്റഡ് പേഴ്സണോ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണോ തമ്മിൽ കൺസിഡറേഷൻ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്താൽ പോലും അത് സപ്ലൈ ആണ്. അതിനകത്തൊരു പ്രൊവിസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിക്ക് 50,000 കൂടുതൽ, അതായത് 50,000 കുറവാണ് പുള്ളി കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ പുള്ളിക്കാരൻ 50,000 വാല്യൂ, ടോട്ടൽ വാല്യൂ എടുക്കും, 50,000 കുറവാണ് പുള്ളി കൊടുത്ത ഗിഫ്റ്റെങ്കിൽ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഏജൻറ്റ് തമ്മിലുള്ള സപ്ലൈ. ഇവിടെ സപ്ലൈ ഓഫ് സർവീസ് വരുന്നില്ല, സപ്ലൈ ഓഫ് ഗുഡ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പൾ ഏജൻറ്റിന് കൊടുക്കുക, അതായത് സപ്ലൈ ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞു, അത് പുള്ളി ഏജൻറ്റ് അത് തേർഡ് പേഴ്സണ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പേഴ്സൺ പ്രിൻസിപ്പളിന് കൊടുക്കേണ്ട ഗുഡ്സ് ഏജൻറ്റ് വാങ്ങിച്ചു വെക്കുകയാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ കൊടുക്കേണ്ട സാധനം ഏജൻറ്റ് കൊടുക്കുന്നു. രണ്ടെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിന് കിട്ടേണ്ട കാര്യം, അതായത് പ്രിൻസിപ്പൾ റിസീവ് ചെയ്യേണ്ട കാര്യം ഏജൻറ്റ് റിസീവ് ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതിനൊരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻറ്റ് സ്വന്തം പേരിൽ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നില്ല, അതായത് പ്രിൻസിപ്പളിൻ്റെ പേരിൽ തന്നെയാണ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ്. ഈ ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് നമ്മൾ 7(1) ക്ലോസ് ബിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയാണോ അല്ലയോ എന്ന് പോലും നോക്കത്തില്ല, കൺസിഡറേഷനാണ് വന്നതെങ്കിൽ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇവിടെ കൺസിഡറേഷൻ മിസ്സിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളത് ബിസിനസ്സിനാണെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ. കൂടാതെ ഒരു കണ്ടീഷനും ഉണ്ട്, ഒന്നെങ്കിൽ അത് റിലേറ്റഡ് പേഴ്സൺ ആയിരിക്കണം, അല്ലെങ്കിൽ പുള്ളിയുടെ തന്നെ വേറൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ കേസ് വരുമ്പോൾ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ഇവിടെ ഒരു ചാർട്ടുണ്ട്, ഇവിടെ ഇമ്പോർട്ട് ഓഫ് സർവീസിന് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു എളുപ്പ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്ത് കൺസിഡറേഷൻ ആണെങ്കിൽ അത് ബിസിനസ്സിലാണെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ പോലും സപ്ലൈ ആണ്. മനസ്സിലായല്ലോ? ഇനി വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ മാത്രമേ അതിനൊരു നമുക്കൊരു ഡിഫിക്കൽട്ടി വരുന്നുള്ളൂ. അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ റിലേറ്റഡ് പേഴ്സണും ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണും ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ അത് സപ്ലൈ ആണ്. ബാക്കിയുള്ള എല്ലാ കേസുകളിലും വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് വരുന്നതെങ്കിൽ അത് നോട്ട് എ സപ്ലൈ ആണ്.
ഓക്കെ. ഇനി ഷെഡ്യൂൾ 2-ൽ വരുന്ന കാര്യങ്ങൾ, അതായത് ഷെഡ്യൂൾ 2-ൽ എന്താണ് വരുന്നത്, ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അതായത് 7.1 ക്ലോസ് സിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, 7.1 ക്ലോസ് സി അല്ല, 7.1 പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, അത് കറക്റ്റ് ചെയ്തോണം. 7 സബ്സെക്ഷൻ 1A പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതായത് നമുക്കത് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ. എന്തിൻ്റെ ട്രാൻസ്ഫറാണ്? ഒരു ടൈറ്റിൽ ഇൻ ഗുഡ്സ്, അതായത് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗുഡ്സിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇനി ടൈറ്റിൽ ഇൻ ഗുഡ്സ് അണ്ടർ എൻ അഗ്രിമെൻറ്റ് ദാറ്റ് പ്രോപ്പർട്ടി ഷെൽ പാസ് ആൻഡ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്, അതായത് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഈ ടൈറ്റിൽ ട്രാൻസ്ഫർ ആവും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ പോലും അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇനി നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാതെ അതിനകത്തുള്ള യൂസേജ്, ആ റൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഗുഡ്സിൻ്റെ കേസിലുള്ള 3 കേസാണ് പറയുന്നത്. ഒന്ന് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അന്നേരം തന്നെ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അതിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുമെന്നും പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റ്, അങ്ങനെയാണെങ്കിലും അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഇനി നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, യൂസേജ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളെങ്കിൽ അങ്ങനെയാണെങ്കിൽ സപ്ലൈ ഓഫ് സർവീസാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്, ലീസ്, ടെനൻസി, ഈസ്മെൻറ്റ്, ലൈസൻസ്, അങ്ങനെയുള്ള റെൻറ്റിന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ അത് സപ്ലൈ ഓഫ് സർവീസായിട്ട് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ്സ്, അതായത് ഈ ജോബ് വർക്കിനൊക്കെ കൊടുക്കുന്ന സാധനം കൊടുക്കുന്നപ്പോൾ അത് സപ്ലൈ ഓഫ് സർവീസായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്ലൈ ടു അനദർ പേഴ്സൺസ് ഗുഡ്, അതായത് നമ്മളൊരു സാധനം ഒരാളുടെ കൊടുത്തു, എന്നിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ, കുറച്ച് പണികളൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുത്തു, എന്നിട്ട് തിരിച്ച് നമുക്ക് ആ സാധനം തിരിച്ച് വരുമ്പോൾ അതിനാണ് ജോബ് വർക്ക് എന്ന് പറയുന്നത്. അതിനെ പുള്ളി ചെയ്ത സപ്ലൈ ഓഫ് സർവീസായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അത് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്സ്. ഈ ബിസിനസ് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഗുഡ്സ് ഫോമിംഗ് പാർട്ട് ഓഫ് ബിസിനസ് അസറ്റ്സ് ആർ ട്രാൻസ്ഫർഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ബൈ അണ്ടർ ഡയറക്ഷൻ ഓഫ് പേഴ്സൺ വെദർ ഓർ നോട്ട് ഫോർ കൺസിഡറേഷൻ. അതായത് ഗുഡ്സ്, അതായത് നമ്മുടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം നമ്മൾ പറയുകയാണ്, നമ്മുടെ ഡയറക്ഷനിൽ പറയുകയാണ്, ആ ബിസിനസ് അസറ്റ്സ് വിറ്റേക്കാൻ പറയുകയാണ്. കൺസിഡറേഷൻ അല്ലെങ്കിലും കൺസിഡറേഷൻ ആണെങ്കിൽ പോലും അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കണം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് അസറ്റ്സ് ആയിട്ടിരുന്ന സാധനം പ്രൈവറ്റ് യൂസിന് വേണ്ടി കൊടുക്കുകയാണ്. പ്രൈവറ്റ് യൂസിന് വേണ്ടി കൊടുക്കുകയാണ്, വെദർ ഓർ നോട്ട് ഫോർ കൺസിഡറേഷൻ, പ്രൈവറ്റ് യൂസിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് വരും. ഇനി നമ്മുടെ ബിസിനസ് അസറ്റ് നമ്മൾ ഇപ്പം ടാക്സബിൾ പേഴ്സൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് അല്ലാതെ, അതായത് സീസസ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ, അങ്ങനെയാണെങ്കിൽ ആ സാധനം അത് ഇനി 2 എക്സെപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ സീസസ് ടു ബി ടാക്സബിൾ പേഴ്സണിന് 2 എക്സെപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്ത് ഗോയിങ് കൺസേൺ ആയിട്ടാണ് പോയെങ്കിൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സപ്ലൈ ആയിട്ട് വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് ടാക്സബിൾ പേഴ്സൺ ആണ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് ഒരു പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവിനാണെങ്കിൽ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഈ റെൻറ്റിങ് മെയിൻലി വരുമ്പം മിക്കവാറുള്ള കേസിലെല്ലാം സർവീസസ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിലും ഇതിനകത്ത് കൊടുത്തേക്കുന്ന പോയിൻറ്റ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് കോംപ്ലക്സ് ബിൽഡിംഗ് ഓർ സിവിൽ സ്ട്രക്ചർ. റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, കൺസ്ട്രക്ഷൻ ഓഫ് കോംപ്ലക്സ് ബിൽഡിംഗ്, സിവിൽ സ്ട്രക്ചർ, ടെമ്പററി ട്രാൻസ്ഫർ ഓർ പെർമിറ്റിംഗ് യൂസ് ഓഫ് എൻജോയ്മെൻറ്റ് ഓഫ് എനി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ഡെവലപ്മെൻറ്റ്, ഡിസൈനിങ്, പ്രോഗ്രാമിംഗ്, കസ്റ്റമൈസേഷൻ, അഡാപ്റ്റേഷൻ, അപ്ഗ്രഡേഷൻ, എൻഹാൻസ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എഗ്രിങ് ടു ഒബ്ലിഗേഷൻ ടു റിഫ്രൈൻ ഫ്രം ആൻ ആക്ട്, അതായത് നമ്മളൊരു ആക്ടിനെ റിഫ്രൈൻ ചെയ്യും, നമ്മളത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനും സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടേ വരത്തുള്ളൂ. ഓർ ടു ടോളറേറ്റ് ഓൺ ആക്ട് ഓർ സിറ്റുവേഷൻ ഓർ ടു ഡു ആൻ ആക്ട്, അതായത് നമ്മളൊരു കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് എനി ഗുഡ്സ് ഫോർ എനി പർപ്പസ്, അതായത് എന്തെങ്കിലും ഒരു യൂസേജിന് വേണ്ടി ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്താലും അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടേ വരത്തുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ വർക്ക്സ് കോൺട്രാക്ട് സർവീസ്, അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് വരുന്നത്. വർക്ക്സ് കോൺട്രാക്റ്റിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഗുഡ്സ് ഇൻവോൾവ് ആവുന്നതുകൊണ്ട് അവർ സെപ്പറേറ്റായിട്ട് പറഞ്ഞത്, അതായത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. അതായത് വർക്ക്സ് കോൺട്രാക്ട് സർവീസിൽ ഗുഡ്സും ഇൻവോൾവ് ആവുന്നുണ്ട്, സർവീസും ഇൻവോൾവ് ആവുന്നുണ്ട്. അത് പക്ഷേ സ്പെസിഫിക്കലി ഇവർ എടുത്ത് പറഞ്ഞേക്കുന്നതാണ്, അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കിയാൽ മതിയെന്നാണ്.
ഓക്കെ. അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ഗുഡ്സ് ബീങ് ഫുഡ് ഓർ എനി അതർ ആർട്ടിക്കിൾ ഫോർ കൺസംഷൻ ഓഫ് ഈ ഡ്രിങ്ക്. അതായത് ഹ്യൂമൻ കൺസംഷന് വേണ്ടി എനി ഡ്രിങ്കോ ഫുഡോ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഗുഡ്സും സർവീസസും വരുന്നുണ്ട്. പക്ഷേ അത് സ്പെസിഫിക്കലി പറഞ്ഞേക്കുന്നത് അത് സപ്ലൈ ഓഫ് സർവീസായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഇനി അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ഓർ ബോഡി ഓഫ് പേഴ്സൺസ് ടു മെമ്പർ ദെയർ ഫോർ ക്യാഷ് ഡെഫേർഡ് പേയ്മെൻറ്റ് ഓർ അതർ വാല്യുബിൾ കൺസെഷൻ. അതായത് ഈ ക്ലബ്ബുകളിലൊക്കെ ചെയ്യുന്നത് പോലെ, അതായത് ഒരു അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ അവരുടെ മെമ്പേഴ്സിന് ക്യാഷിന് ഈ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിന് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഷെഡ്യൂൾ 3, അതായത് നെഗറ്റീവ് ലിസ്റ്റ് അണ്ടർ GST സെക്ഷൻ 7 സബ്സെക്ഷൻ 2 ക്ലോസ് എയിൽ പറയുന്ന കാര്യം. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നെയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് നെയ്തർ സപ്ലൈ ഓഫ് സർവീസാണ്. അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടും സപ്ലൈ ഓഫ് സർവീസായിട്ടും കണക്കാക്കേണ്ട കാര്യമില്ല. ഓക്കെ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സർവീസസ് ബൈ ആൻ എംപ്ലോയി ടു എംപ്ലോയർ ഇൻ ദ കോഴ്സ് ഓർ റിലേഷൻ ടു ഹിസ് എംപ്ലോയ്മെൻറ്റ്. അതായത് എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ എംപ്ലോയർ ചെയ്യുന്ന എല്ലാ സർവീസസും എക്സംപ്റ്റ് ആണ്. അത് സപ്ലൈ ഓഫ് സർവീസായിട്ടും സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടും ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സർവീസസ് ബൈ എനി കോർട്ട് ഓർ ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്. അതായത് ഒരു കോർട്ടോ ട്രിബ്യൂണലോ ഒരു ലോയുടെ കീഴിൽ എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അവർ ഏത് സർവീസ് പ്രൊവൈഡ് ചെയ്താലും അത് നെഗറ്റീവ് ലിസ്റ്റിൽ വരും. അത് സപ്ലൈ ഓഫ് ഗുഡ്സും അല്ല, സപ്ലൈ ഓഫ് സർവീസും അല്ല. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ MP, MLA, മെമ്പേഴ്സ് ഓഫ് പഞ്ചായത്ത്, മെമ്പേഴ്സ് ഓഫ് മുനിസിപ്പാലിറ്റി, അതർ ലോക്കൽ അതോറിറ്റി, ഇവരൊക്കെ ചെയ്യുന്ന ഫങ്ഷൻസ്, അതായത് ഇവർക്ക് പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്ന ഫങ്ഷൻസ് അത് സപ്ലൈ ഓഫ് ഗുഡ്സ് സപ്ലൈ ഓഫ് സർവീസ് അതിനകത്തൊന്നും വരുന്നതല്ല. പിന്നെ ഡ്യൂട്ടീസ് പെർഫോംഡ് ബൈ എനി പേഴ്സൺ ഹു ഹോൾഡ്സ് എനി പോസ്റ്റ് ഇൻ പേഴ്സൺസ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദാറ്റ് കപ്പാസിറ്റി. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്ന് പറയുക ആ കപ്പാസിറ്റിയിൽ ഇരുന്ന് അവർ ചെയ്യുന്ന ജോലികൾ, ആ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്ന പേഴ്സൺസ് അതും ഇതിൻ്റെ കീഴിൽ വരുന്നതല്ല. പിന്നെ duties performed by any person as a chairperson or a member or a director in a body established by the central government or state government or local authority who is not deemed as an employee before the commencement of this clause. അതായത് ഡയറക്ടറായിട്ടോ ചെയർപേഴ്സണായിട്ടോ മെമ്പറായിട്ടോ ഒരു സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ബോഡിയുടെ ഡയറക്ടറായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർ എംപ്ലോയി ആയിട്ട് കണക്കാക്കുന്നതിൽ അവരും ഇതിനകത്ത് വരുന്നതല്ല. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മരണത്തിൻ്റെ കേസിൽ വരുന്നത്. അതായത് സർവീസസ് ഓഫ് ഫ്യൂണറൽ, ബറിയൽ, ക്രമറ്റോറിയം. മരണമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ സർവീസസും നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഫ്യൂണറൽ സർവീസസ് ഒഴിവാക്കിയിട്ടുണ്ട്, ബറിയൽ സർവീസസ്, ക്രമറ്റോറിയം എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്ന ഒരു സർവീസസ് ഉണ്ട്, അതിനാണ് ക്രമറ്റോറിയം. അത് പിന്നെ മോർച്ചറി സർവീസസ്, പിന്നെ ആംബുലൻസിൽ ഈ ഡിസീസ് ആയ പേഴ്സണെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വാങ്ങിക്കുന്ന ഫീസും അത് സപ്ലൈ ആയിട്ട് വരുന്നില്ല. ആക്ച്വലി ഇത് എക്സംഷനിൽ സെപ്പറേറ്റ് എടുത്ത് പറയുന്നുണ്ട്, അതല്ലാതെ ഇവിടെ നെഗറ്റീവ് ലിസ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് സെയിൽ ഓഫ് ബിൽഡിംഗ്. ഈ സെയിൽ ഓഫ് ലാൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് സപ്ലൈ സർവീസും അല്ല. പക്ഷേ സെയിൽ ഓഫ് ബിൽഡിങ് സബ്ജക്റ്റ് ടു പാരഗ്രാഫ് 5B ഓഫ് ഷെഡ്യൂൾ 2. അതായത് ഷെഡ്യൂൾ 2 പറഞ്ഞിട്ടുണ്ട് നമ്മൾ സെയിൽ ഓഫ് ബിൽഡിങ്ങിനെ കുറിച്ച്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ആക്ഷണൽ ക്ലെയിംസ് അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. അതായത് ആക്ഷണൽ ക്ലെയിംസ് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതർ ദാൻ ഈ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ആക്ഷണൽ ക്ലെയിംസ് എല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ലോട്ടറിയും ബെറ്റിങ്ങും ഗാംബ്ലിങ്ങും ഇതിൽ വരും, അത് GST ലെവിയബിളുമാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻ്റ് ആണ് ഈ 2 കാര്യങ്ങൾ 7ഉം 8ഉം. സപ്ലൈ ഓഫ് ഗുഡ്സ് ഫ്രം എ പ്ലേസ് ഇൻ ദ നോൺ ടാക്സബിൾ ടെറിട്ടറി ടു അനദർ പ്ലേസ് ഇൻ ദ നോൺ ടാക്സബിൾ ടെറിട്ടറി വിത്തൗട്ട് ഗുഡ്സ് എൻറ്ററിങ് ഇൻ ടു ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയിലിരിക്കുന്ന ഒരു സപ്ലയർ ചൈനയിലിരിക്കുന്ന ഒരു സാധനം US ഒരാൾക്ക് സപ്ലൈ ചെയ്തു. അതായത് ഈ സാധനം ഇന്ത്യയിൽ വന്നിട്ടില്ല, ചൈനയിൽ നിന്ന് ഡയറക്റ്റ് US പോയേക്കുവാണ്. സോ അത് ഇന്ത്യയിൽ ഗുഡ്സ് എൻ്റർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സപ്ലൈയെ അത് സപ്ലൈ ആയിട്ട് ഗുഡ്സായിട്ടും ട്രീറ്റ് ചെയ്യത്തില്ല. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് വെയർ ഹോസ്റ്റഡ് ഗുഡ്സ് ടു എനി പേഴ്സൺ ബിഫോർ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ. നമ്മൾ കസ്റ്റംസിൽ പറയുന്നുണ്ട് ഹോം കൺസംഷന് വേണ്ടി ക്ലിയർ ചെയ്യുക. അതായത് അതിന് മുമ്പ് വെയർ ഹൗസ് ചെയ്ത്, അതായത് കസ്റ്റംസ് വന്നു അത് വെയർ ഹൗസ് ചെയ്ത് വെച്ചേക്കും ആ ഗുഡ്സിനെ ഹോം കൺസംഷൻ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് അത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സായിട്ട് വരത്തില്ല.
അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ ദ കൺസൈനി ടു എനി അതർ പേഴ്സൺ ബൈ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ടു ദ ഗുഡ്സ് ആഫ്റ്റർ ഗുഡ്സ് ഹാസ് ബീൻ ഡിസ്പാച്ച്ഡ് ഫ്രം ദ പോർട്ട് ഓഫ് ഒറിജിൻ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ബിഫോർ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ. അതായത് എവിടെ നിന്നാണോ ഇത് ഇമ്പോർട്ട് ചെയ്തത് ആ പോർട്ടിൽ നിന്ന് ഈ ഷിപ്പ് ലീവ് ചെയ്തു, അവിടുന്ന് വന്നു. പക്ഷേ ഇവിടെ എത്തുന്നതിന് മുമ്പ്, അതായത് ഹോം കൺസംഷൻ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. അത് സപ്ലൈ ഓഫ് ഗുഡ്സിൽ വരത്തില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ റിലേറ്റഡ് പേഴ്സൺ എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ എന്താണെന്ന് പറഞ്ഞു തരാമെന്ന്. അതിൻ്റെ ഒരു ഇതാണ് പറയാൻ പോകുന്നത്. റിലേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ ഇൻഫ്ലുവൻസിലായിരിക്കുമ്പോഴാണ് അതിനെ റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന ലീഗലി പേഴ്സൺസ് ഇൻക്ലൂഡിങ് ലീഗൽ പേഴ്സൺസ് ആർ ഡീംഡ് ആസ് റിലേറ്റഡ് പേഴ്സൺ ഇഫ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം റിലേറ്റഡ് പേഴ്സൺസ് ആയിട്ട് വരും. ഒന്നെന്ന് പറഞ്ഞാൽ സച്ച് പേഴ്സൺസ് ആർ ഓഫീസേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് വൺ അനദേഴ്സ് ബിസിനസ്. അതായത് ഒരാൾ മറ്റൊരാളുടെ ബിസിനസ്സിൽ ഓഫീസറോ ഡയറക്ടറായിട്ടോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ റിലേറ്റഡ് പേഴ്സണായിട്ട് വരാം. രണ്ടെന്ന് പറഞ്ഞാൽ സച്ച് പേഴ്സൺസ് ആർ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ്. അതായത് അവർ ലീഗലായിട്ട് പാർട്ട്നേഴ്സായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റിലേറ്റഡ് പേഴ്സൺസ് എന്ന് പറയാം. അതുപോലെ തന്നെ സച്ച് പേഴ്സൺസ് ആർ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയി റിലേഷൻ ഉണ്ടെങ്കിൽ അവരെയും റിലേറ്റഡ് പേഴ്സൺസ് എന്ന് പറയാം. അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ controls holds directly or indirectly greater than 25% voting stock or shares of both of them. അതായത് എ എന്ന് പറയുന്ന ആൾ, ബി എന്ന് പറയുന്ന ആൾ, രണ്ട് പേരുണ്ട്. പക്ഷേ ഇവരെ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യുന്നത് സി, അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നത് സി ആണെങ്കിൽ ഈ എയും ബിയും സിയും റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയാം. അതുപോലെ തന്നെ വൺ ഓഫ് ദ കൺട്രോൾസ് ഡയറക്റ്റ്ലി അതർ. അതായത് ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിലും റിലേറ്റഡ് പേഴ്സണായിട്ട് പറയാം. മൂന്നെന്ന് പറഞ്ഞാൽ എ തേർഡ് പേഴ്സൺ കൺട്രോൾസ് ബോത്ത് ഓഫ് ദം. അതായത് എയും ബിയെയും കൺട്രോൾ ചെയ്യുന്നത് സി ആണ്. ഓക്കെ, അന്നേരം അവർ മൂന്ന് പേര് റിലേറ്റഡ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ സച്ച് പേഴ്സൺസ് ടുഗദർ കൺട്രോൾ എ തേർഡ് പേഴ്സൺ. അതായത് എയും ബിയും കൂടെ ചേർന്ന് സിയെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയാണെങ്കിലും അവർ റിലേറ്റഡ് പേഴ്സൺസ് എന്ന് പറയാൻ പറ്റും. സച്ച് പേഴ്സൺസ് ആർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി. ഒരേ ഫാമിലിയിലുള്ളവരെയും റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയാൻ പറ്റും. വൺ ഓഫ് ദം ഈസ് എ സോൾ ഏജൻറ്റ് ഓർ സോൾ ഡിസ്ട്രിബ്യൂട്ടർ ഓർ സോൾ കൺസിഡർ ഓഫ് ദ അതർ. അതായത് ഒരാളുടെ സോൾ ഏജൻ്റാണ് മറ്റൊരാളെങ്കിൽ അയാളെയും റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്നത് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസിനെ കുറിച്ചാണ്. അത് പറയുന്നത് സെക്ഷൻ 25 അതിനെക്കുറിച്ച് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. സെക്ഷൻ 25 വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷനെ കുറിച്ചുള്ള സെക്ഷൻസാണ് സെക്ഷൻ 25 വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, തുടർന്നുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നാലും ഇപ്പോൾ ഞാൻ പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ സ്റ്റേറ്റ് വൈസ് വേണം നമുക്ക് രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷൻ എടുക്കാൻ. അതായത് കേരളത്തിൽ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ കേരളത്തിൽ രജിസ്ട്രേഷൻ വേണം. ആ ബിസിനസ്സിന് നമുക്ക് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ തമിഴ്നാട്ടിലും രജിസ്ട്രേഷൻ വേണം. ഓക്കെ, സ്റ്റേറ്റ് വൈസ് ആണ് ഞാൻ രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ബിസിനസ് ഒരു ആൾക്ക് പാൻ ബേസ്ഡ് ആയിരിക്കും രജിസ്ട്രേഷൻ വരുന്നത്. ഇപ്പോൾ സെയിം പാൻ തന്നെ നമുക്ക് കേരളത്തിലും രജിസ്ട്രേഷൻ എടുക്കാം, തമിഴ്നാട്ടിൽ രജിസ്ട്രേഷൻ എടുക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എനിക്ക് രണ്ട് രജിസ്ട്രേഷനായി, ഒന്ന് കേരളത്തിലും ഉണ്ട്, ഒന്ന് തമിഴ്നാട്ടിലും ഉണ്ട്. ഓക്കെ, രണ്ടും എൻ്റെ സെയിം പാനാണ്. ഓക്കെ, എൻ്റെ സെയിം ബിസിനസ്സാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പം തമിഴ്നാട്ടിലുള്ളതും കേരളത്തിലുള്ളതും എൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ആണെന്ന് പറയാം. അതായത് തമിഴ്നാട്ടിലുള്ളത് എൻ്റെ ബിസിനസ് തന്നെയാണ്, കേരളത്തിലുള്ളത് എൻ്റെ ബിസിനസ്സാണ്. പക്ഷേ GST രജിസ്ട്രേഷൻ രണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പം എനിക്ക് കേരളത്തിൽ എനിക്ക് കോഴിക്കോട് ഒരു ബിസിനസ്സുണ്ട്, എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ബിസിനസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് രണ്ട് GST നമ്പറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാലും രണ്ട് രജിസ്ട്രേഷൻ എടുക്കുമ്പം തിരുവനന്തപുരത്തുള്ളതും കോഴിക്കോടുള്ളതും രണ്ട് GST രജിസ്ട്രേഷൻ ആകുമ്പോൾ രണ്ട് പേഴ്സണായി. ഓക്കെ, അന്നേരം ഇവർ നമ്മൾ പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഓരോ ഐറ്റം വെച്ചാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഈ കേസിലെന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ സപ്ലൈ, അതായത് 2 or more സപ്ലൈ ഒരുമിച്ച് വരുമ്പോഴാണ് കോമ്പോസിറ്റ് സപ്ലൈ മിക്സഡ് സപ്ലൈയുടെ ഇത് വരുന്നത്. അത് സെക്ഷൻ 8 കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈയെ കുറിച്ച് പറയുന്നത്. ഇനി കോമ്പോസിറ്റ് സപ്ലൈ എന്തോ നമുക്ക് ആദ്യം നോക്കാം. അതെന്ന് പറഞ്ഞാൽ നാച്ചുറലി ബണ്ടിൽഡ് ആയിരിക്കും. അതായത് നോർമലായിട്ട് ഇപ്പം നമ്മൾ TV വാങ്ങിക്കുമ്പോൾ റിമോട്ട് കിട്ടുന്നു. ഓക്കെ, റിമോട്ട് ഇല്ലാതെ നമുക്ക് TV ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതൊരു നാച്ചുറലി ബണ്ടിലായിട്ടൊരു കാര്യമാണ്. ഇൻ കൺജങ്ഷൻ വിത്ത് ഈച്ച് വൺ ഓഫ് വിച്ച് ഈസ് എ പ്രിൻസിപ്പൽ സപ്ലൈ. അതായത് ഒരെണ്ണം പ്രിൻസിപ്പൽ സപ്ലൈയും ഒരെണ്ണം അതിന്
സപ്പോർട്ടീവായിട്ട് വരുന്നതുമാണ്. ഇപ്പം നമുക്ക് ഈ കേസിൽ തന്നെ എടുക്കുമ്പോൾ ടി വി ആണ് നമ്മുടെ പ്രിൻസിപ്പൽ സപ്ലൈ, റിമോട്ട് അതിന് ആക്സിലറി ആയിട്ട് വരുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് കമ്പോസിറ്റ് സപ്ലൈയുടെ കേസിലാണെങ്കിൽ പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റ് ഓഫ് ടാക്സ് ആണ് മുഴുവൻ സപ്ലൈക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പം ടി വിക്ക് 18%, റിമോട്ടിന് 5% കൂട്ടിക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ നമ്മളെടുത്തിട്ട് 18% അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് കോമ്പോസിറ്റ് സപ്ലൈയുടെ കേസിൽ. മിക്സഡ് സപ്ലൈയുടെ കേസിലെന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറലി ബണ്ടിലൊന്നും ആയിരിക്കത്തില്ല. ഇത് നമ്മളിപ്പം ഇത് ചെന്നിട്ട് ഇപ്പം ജോൺസൺസ് ബേബി കിറ്റ്, അതായത് കൊച്ചു പിള്ളേരുടെ, അതായത് പൗഡർ, സോപ്പ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് അവരൊരു ആർട്ടിഫിഷ്യലി ബണ്ടിൽഡായിരിക്കും. അതായത് ഇൻഡിപെൻഡൻ്റായിട്ട് അത് വിൽക്കാൻ പറ്റുമെങ്കിലും അവരൊരു പാക്ക് പോലെ അത് പാക്ക് ചെയ്ത് വെച്ചേക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ മിക്സഡ് സപ്ലൈ എന്ന് പറയാം. ഈ മിക്സഡ് സപ്ലൈയുടെ കേസിൽ വരുമ്പോൾ അതിൽ ഏത് ഐറ്റത്തിനാണ് ഏറ്റവും ഹയസ്റ്റ് റേറ്റ് വരുന്നത്, അപ്പോൾ 5%, 18%, 28%, അങ്ങനെ ആകുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന ഏത് റേറ്റാണോ ആ റേറ്റിൽ അത് ഫുൾ സപ്ലൈയും ടാക്സ് ചെയ്യും. അതാണ് മിക്സഡ് സപ്ലൈയുടെ പ്രോപ്പർട്ടി. നമ്മൾ സപ്ലൈ കണ്ട GST ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എങ്കിലും അതിനകത്തുള്ള 1-2 അഡീഷണൽ പോയിൻറ്റ്സ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ഡെൽ ക്രെഡിറ്റ് ഏജൻറ്റ്. അത് കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ടാണ് എന്താണെന്നുള്ളത്. ഡെൽ ക്രെഡിറ്റ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഒരു ഏജൻറ്റ് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പുള്ളി അഡീഷണൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പുള്ളി ഗ്യാരണ്ടീസ് ദ പേയ്മെൻറ്റ് ടു ദ സപ്ലയർ. അതായത് പുള്ളി ഒരു ഗ്യാരണ്ടി കൊടുക്കും. ഈവൻ ഇഫ് മറ്റേ ആൾ വാങ്ങിക്കുന്ന ആൾ പൈസ കൊടുത്തില്ലേ പോലും ഏജൻറ്റ് കൊടുത്തോളാം എന്നൊരു ഗ്യാരണ്ടി കൊടുക്കും. അതിനെയാണ് ഡെൽ ക്രെഡിറ്റ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ പുള്ളിക്കാരൻ GSTയിൽ വരുമോ ഇല്ലയോ എന്നാണ്. പുള്ളിക്കാരൻ നോർമലി വരത്തില്ല. അതായത് ഇൻവോയ്സ് ഡയറക്റ്റ് സപ്ലയർ തന്നെയാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നതെങ്കിൽ GSTയുടെ ആംബിറ്റിൽ വരത്തില്ല. അത് ഏജൻ്റാണ്, പുള്ളിയുടെ പേരിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുള്ളിയും GSTയുടെ ഫോളിൽ ഏജൻറ്റായിട്ട് വരും. ഓക്കെ, പിന്നെ ഒരു ഡൗട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് സെയിൽ പ്രൊമോഷൻ സ്കീംസിൽ വരുന്ന ഓരോ GST ആപ്ലിക്കബിലിറ്റി. അതായത് ഇപ്പം ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്നൊക്കെയുള്ള ഓഫേഴ്സ് ഉണ്ട്. അതായത് ഒരെണ്ണത്തിന് പൈസ കൊടുത്താൽ ഒരെണ്ണം ഫ്രീ ആണ്. സോ അന്നേരം ഒരെണ്ണത്തിന് കൺസിഡറേഷൻ വരാത്തതുകൊണ്ട് അത് GST ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഡൗട്ട് വരും. അതിനെ എങ്ങനെയാണെന്നുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്രീ സാമ്പിൾസ് ആൻഡ് ഗിഫ്റ്റ്സ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് ഫ്രീ സാമ്പിളായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നോർമലി സപ്ലൈ ആയിട്ട് ക്വാളിഫൈ ചെയ്യത്തില്ല. പക്ഷേ ഇത് ഷെഡ്യൂൾ 1 വരുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ അത് സപ്ലൈ ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, അന്നേരം നമ്മൾ മനസ്സിലാക്കുന്നത് ഫ്രീ സാമ്പിളായിട്ട് കൊടുക്കുന്നത് GSTയിൽ വരത്തില്ല, കൺസിഡറേഷൻ ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ അത് ഷെഡ്യൂൾ 1 വരുന്നതാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഷെഡ്യൂൾ 1 വരുന്നതാണെങ്കിൽ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇന്ന് പറഞ്ഞാൽ ബൈ 1 ഗെറ്റ് 1 ഓഫർ, അതായത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ച് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഓക്കെ, അതൊരു ബണ്ടിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ നേരത്തെ പഠിച്ച പോലെ കോമ്പോസിറ്റ് സപ്ലൈ ആണോ അതോ മിക്സഡ് സപ്ലൈ ആണോ നോക്കണം. കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ അത് അക്കോർഡിംഗ്ലി ടാക്സ് ചെയ്യും. മിക്സഡ് സപ്ലൈ ആണെങ്കിൽ ആ രീതിയിൽ ടാക്സ് ചെയ്യും. ഓക്കെ.